ഹലോ, ഹായ്, ഐ ആം അജേഷ്. ഞാൻ മുമ്പിലത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ വായനാശീലത്തെ പറ്റിയും അതിൻ്റെ ഒരു ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ഞാനൊന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതാരൊക്കെ കണ്ടിട്ടില്ല എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. പിന്നെ അത് കണ്ടാലും കണ്ടില്ലെങ്കിലും കാണണമെന്നുള്ളവർക്ക് കാണാം, കാണുന്നില്ലാത്തവർക്ക് കാണണ്ട. ഇതിപ്പോൾ ഞാൻ ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ നാട്ടിലുള്ള കുറ്റകൃത്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മാറാനായിട്ട്, നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ മാറ്റാനായിട്ട് മാത്രം ഒരു സംസാരിക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, വേറെ കാര്യമൊന്നുമില്ല. ഞാൻ അറിവിൽ അല്പനാണ് എന്ന് പറഞ്ഞാൽ, അറിവ് വളരെ കുറവുള്ള വ്യക്തിയാണ്, വിദ്യാഭ്യാസം കുറവുള്ള വ്യക്തിയാണ്, നിങ്ങളെക്കാളും ഒക്കെ അറിവ് കുറവുള്ള വ്യക്തിയാണ്. പക്ഷേ വായനാശീലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ കണ്ട എൻ്റെ രീതിയിൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ഡിക്ഷണറിയെ പറ്റിയൊക്കെയായിരുന്നു. അപ്പോൾ നമ്മുടെ ഡിക്ഷണറികൾ പണ്ട് നമ്മൾ നോക്കുമ്പോഴും നമ്മൾ കാണുമ്പോഴും ഒക്കെ നമ്മൾ എനർജി ആയിട്ട് ജീവിച്ചൊരു കാലഘട്ടം. എന്തുകൊണ്ട് എനർജിയായി എന്നുള്ളൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്ന് പറഞ്ഞ് നിർത്തിയേക്കാം, അല്ലെങ്കിൽ പിന്നെ ബോറടിച്ചിട്ട് നിങ്ങൾ ഇല്ലാണ്ടാവും. അതുപോലെ അപ്പോൾ ഈ ഡിക്ഷണറികൾ ഇല്ലാതായ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വോയിസ് സെർച്ചിലൂടെ നെറ്റിൽ കിട്ടുന്ന ഒരു അവസ്ഥയായിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പണ്ട് നമ്മൾ ഈ ഡിക്ഷണറിയിൽ പാടുപെട്ട് കുത്തിയിരുന്ന് നോക്കി, അന്നത്തെ കുട്ടികളിലും അന്നത്തെ ആൾക്കാരിലും എനർജിറ്റി ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇന്ന് എനർജിറ്റി ഉണ്ട്. ഇന്നത്തെ 19 വയസ്സുകാരനേക്കാളും എനർജിറ്റി ഇപ്പോഴുള്ള ആൾക്കാർക്കുണ്ട്. കാരണം എന്തുകൊണ്ട്? ഈ ഒരു ഇതുകൊണ്ട്. വായനാശീലം എന്ന് പറയുന്ന സംഭവം വായനയിലൂടെ മരിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ലല്ലോ. മൊബൈലിൽ ഗെയിം കളിച്ച് മരിച്ചെന്ന് ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. വായനയിലൂടെ അല്ലെങ്കിൽ മറ്റ് ഗെയിമുകളിൽ ആത്മഹത്യ ചെയ്തു എന്നാരും കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഇതൊരു വിമർശനത്തിന് ഇടയാവരുത്. ഞാൻ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ. അപ്പം അന്ന് നമ്മളിൽ ഇതിനുള്ള ഉത്സാഹം, എനർജി ഉണ്ടായിരുന്നു. ഈ ഡിക്ഷണറിയിലെ വാക്കുകൾ മീനിങ് കണ്ടുപിടിക്കാനായിട്ട് കുറേ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഇന്നില്ലാതായപ്പോൾ എല്ലാത്തിനും നമ്മൾ സഡൻ എന്നുള്ള ഒരു മാർഗം സ്വീകരിച്ചുകൊണ്ടിരിക്കുക. കാര്യം എന്ത്? നമുക്കിപ്പോൾ ഒരു ഫുഡ് വേണം, ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഓൺലൈനിൽ പറയുന്നു, അപ്പോൾ തന്നെ സ്പോട്ടിൽ പ്രോഡക്റ്റ് എത്തുന്നു, നമുക്ക് ഭക്ഷണം കഴിക്കാനായി, എന്തിനു വേണ്ട എല്ലാ കാര്യങ്ങളും. ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങളുടെ കുട്ടികളല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുട്ടികളുടെ നമ്മുടെ ഇപ്പം മൊബൈലിൽ കളിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി എന്തെങ്കിലും എനർജറ്റിക്കായിട്ട്, ഏറ്റവും വളരെ പതുക്കെ ആയിരിക്കും ആ കുട്ടി എന്ത് ചെയ്യുക, എല്ലാ കാര്യവും ചെയ്യുക. എനർജറ്റിക്കായിട്ട് ഓടി വന്നൊരു കാര്യം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ കാണാൻ ഒരിക്കലും സാധിക്കത്തില്ല. കാരണം അവർ ബുദ്ധിമുട്ടില്ലാതെ, പ്രയാസങ്ങളില്ലാതെ എങ്ങനെ എന്ത് കാര്യം ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ് അവർ. അപ്പം ഞാനിത് നല്ലതിന് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ കിട്ടട്ടെ. എനിക്കിപ്പോൾ നല്ലത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്കൊരു എൻ്റെ ഒരു ഞാൻ കണ്ട ഒരു രീതി വെച്ചിട്ട്, ഗവേഷണ രീതി വെച്ചിട്ട്, ഗവേഷണം ഒന്നും പറയാൻ പറ്റില്ല, ചുമ്മാ കണ്ട ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു പോയെന്നുള്ളതുള്ളൂ. അതായത് പണ്ടൊക്കെ ഈ സമയമില്ല എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലായിരുന്നു. കാരണം സമയം പോകുന്നില്ല എന്നേ പറയുന്നുള്ളൂ. പണ്ടും പഞ്ചായത്ത് ഓഫീസും കൃഷിഭവനും പിന്നെ ഈ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനും ഹോസ്പിറ്റലുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നും അതെല്ലാം ഉണ്ട്. പക്ഷേ ഇന്ന് ആർക്കും സമയമില്ല. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും സമയമില്ല. എന്തുകൊണ്ടാണ്? അപ്പം അന്ന് അവിടെ ആരും വർക്ക് ചെയ്തില്ല, വർക്ക് ചെയ്തിട്ടുണ്ട്. സമയമില്ലാത്തതിൻ്റെ കാര്യം നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ഒറ്റ പ്രാവശ്യം ചിന്തിച്ചാൽ മതി. നിങ്ങളൊരു ദിവസം എത്ര സമയം മൊബൈലിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് ആലോചിച്ചു. ഇത്രയും സമയം അന്ന് നമ്മളിപ്പം വില്ലേജ് ഓഫീസിൽ ഓക്കെ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർത്താൽ പിന്നെ സമയം പോകുന്നില്ലല്ലോ എന്നേ പറയുള്ളൂ. ഇപ്പോൾ ആ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഓരോ സമയത്തും നമ്മൾ എന്ത് ചെയ്യുന്നു? മൊബൈലിൽ കളിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ചെയ്യാനുള്ള വർക്കുകൾ പെൻഡിങ് ആകുന്നു. അങ്ങനെ പെൻഡിങ് ആകുമ്പോഴോ സമയം തികയുന്നില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം. ഇതല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ 8590 230 676. വിളിക്കൂ. അറിവില്ലാത്തവനാണ്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവില്ല. ഓക്കെ.